ാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അമ്മയും ആൺ സുഹൃത്തും പോലീസിന്റെ കസ്റ്റഡിയിൽ. കരിക്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിലയുടെ മകൻ അർഷിദാണ് മരിച്ചത്. കുട്ടി നിരന്തരം മർദ്ദനത്തിനിരയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടിയുടെ അമ്മ അഖില ആൺ സുഹൃത്തായ അഷ്കറിനൊപ്പമാണ് താമസിച്ചിരുന്നത്. അരുൺ മോഹൻ ചേരുന്നതിന്റെ വിവരമായി. അരുൺ, ആ കുഞ്ഞിനെ കൊണ്ടുവന്നത് ചോറുണ്ടപ്പോൾ തൊണ്ടയിൽ കുരുങ്ങി എന്നുള്ള പേരിലാണ് ആശുപത്രി. പക്ഷേ പിന്നീട് പുറത്തു വന്ന സാഹചര്യങ്ങൾ വാർത്തകളെല്ലാം ഞെട്ടിക്കുന്നതാണ്. എന്താണ് പോലീസ് പറയുന്നത്? ഹലോ, ഞാനിങ്ങനെ ഒരു ഓൺ വോയിസ് ഇടുന്ന വ്യക്തിയല്ല, അങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് കണ്ട 2 വീഡിയോസ് മനസ്സിന് ഭയങ്കരമായിട്ട് തട്ടി. ഇന്ന് പോണില്ല വീഡിയോ. മനസ്സിന് കട്ടില്ലാത്തവരും അങ്ങനെ കാണാണ്ടിരിക്കാൻ നല്ലത്. സത്യം പറയാലോ, നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണിത്. കുറെ പുറത്തു വരുന്നുണ്ട്, കുറെ നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. ഇതിനും ക്രൂരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊന്നും പേടിയില്ലാണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ നിയമ സംവിധാനത്തിൽ നല്ല മാറ്റം വരുത്താനുണ്ട്. കാരണം ഒരാൾക്കൊരു പേടിയില്ല നമ്മുടെ നിയമത്തിന്. പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്നത് കാണുന്നുണ്ടാ. കാരണം വേറൊന്നല്ല, അവിടുത്തെ നിയമം സ്ട്രോങ് ആണ്. കേരളത്തിലെ നിയമത്തിന് മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം? മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒരാളിലിപ്പോ കാണുന്നില്ല. 52 മുറിവുകളായിട്ടാണ് ഈ 1.5 വയസ്സുകാരൻ. ആ കൊച്ചിന് എന്ത് ചെയ്യാൻ പറ്റും? കരയാനല്ലാണ്ട് ആ കൊച്ചിന് എന്ത് ചെയ്യാൻ പറ്റും? വധശിക്ഷയല്ലാണ്ട് വേറൊരു ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ഇന്ത്യയിൽ തന്നെ ഏതൊരു സ്ഥലത്ത് നടന്ന അടുത്ത ന്യൂസാണ്, ഒരു കുഞ്ഞിനെ എന്തോ ഒരു സാധനം എടുത്ത് എറിയണ പോലെയാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമുക്ക് കണ്ടു തീർക്കാനായിട്ട് പറ്റൂല. മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് ഒട്ടും പറ്റില്ല. അവനൊക്കെ എന്താ വേണ്ടേന്നറിയൂ? അവൻ അതേപോലെ വേദന അനുഭവിച്ച് മരിക്കണം. ആ കൊച്ചെന്തോരം ആ ഒറ്റ എറിഞ്ഞ കുട്ടി പോയിട്ടുണ്ടാവും. അതേപോലെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. കുറച്ചുനാള് ജയിലിൽ കയറി സുഖവാസം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പോലെയല്ല ഈ കുഞ്ഞ് അനുഭവിച്ച അതേ വേദന അവരും അനുഭവിക്കും.